സോ അതുകൊണ്ടാണ് നമുക്ക് വിയേർഡായിട്ടുള്ള ഫുഡ് കോമ്പിനേഷൻസ് ഉള്ളത്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഓട് ഫുഡ് കോമ്പിനേഷൻ എങ്കിലും കാണും. ലൈക്ക് ദോശയും പാലും, അല്ലെങ്കിൽ ഫ്രൈസും ഐസ്ക്രീമും, ജിലേബി സോസും, അങ്ങനെ എന്തെങ്കിലും. ഇത് നമ്മൾ വിയേർഡ് ആയതുകൊണ്ടല്ല, മറിച്ച് നാച്ചുറലാണ്. നമ്മളൊരു ന്യൂ ഫുഡ് ഐറ്റം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ത്രില്ലും എക്സൈറ്റ്മെൻറ്റുമാണ് ഓരോ ഓഡ് ഫുഡ് കോമ്പിനേഷൻസ് ട്രൈ ചെയ്യുമ്പോഴും നമ്മളുണ്ടാകുന്നത്. അങ്ങനെ ഇത്തരം പരീക്ഷണങ്ങൾ നമ്മുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമ്മുടെ സെൻസ് ഓഫ് പ്ലഷർ കൂട്ടുന്നു. ഇത്തരത്തിൽ ഇന്നുള്ള പല ക്വിസീൻസും ഉണ്ടായത് ഏതൊക്കെയോ കാലത്ത് ആരൊക്കെയോ ചെയ്ത ഓഡ് ഫുഡ് കോമ്പിനേഷൻസിൻ്റെ എക്സ്പെരിമെൻറ്റ്സ് കാരണമാണ്. ഫോർ എക്സാമ്പിൾ, പഴംപൊരിയും ബീഫും ഒരു ഓഡ് ഫുഡ് കോമ്പിനേഷൻ ആയിരുന്നെങ്കിലും ഇന്ന് അതൊരു പോപ്പുലർ ഫുഡ് ഐറ്റമായിട്ട് മാറി. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റു ഇത്തരത്തിലുള്ള ഫുഡ് കോമ്പിനേഷൻസിനെ കളിയാക്കുന്നവർ ശരിക്കും ഒരു ഹിപ്പോക്രസിയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മിഷേൽ ഡെ മൊണ്ടൈൻ പറയുന്നതനുസരിച്ച് ഹ്യൂമൻസ് അവരുടെ കസ്റ്റംസിനെ എല്ലാം നാച്ചുറൽ ആണെന്നും ഫെമിലിയാരിറ്റി ആണ് ട്രൂത്ത് എന്നുമാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള കോമ്പിനേഷൻസ് മാത്രമാണ് ശരിയായിട്ടുള്ളത്, അതേപോലെ മറ്റു കോമ്പിനേഷൻസ് ഒക്കെ വിയേർഡ് ആണെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് പിസ്സ. ഇന്ന് നമ്മൾ പിസ്സയിൽ പൈനാപ്പിൾ ഇടുന്നവരെ കളിയാക്കും. എന്നാലും നമ്മൾ മറന്നു പോകുന്ന കാര്യം എന്തെന്നാൽ പിസ്സ ഉണ്ടാകുന്നത് തന്നെ ഒരു ഓഡ് കോമ്പിനേഷന്റെ റിസൾട്ട് ആയിട്ടാണ്. ഇന്ന് നമ്മൾ ട്രഡീഷണൽ അഥവാ ഒതന്റിക് എന്ന് വിളിക്കുന്ന ഫുഡ് ഐറ്റംസ് അല്ല ഇന്നലെ ആരോ നടത്തിയ വിജയകരമായ പരീക്ഷണങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഓഡായിട്ടുള്ള ഫുഡ് കോമ്പിനേഷൻസ് ഒക്കെ ഫുഡിന്റെ എവല്യൂഷൻ അത്യാവശ്യമാണ്, ആസ് ലോങ് ആസ് ഇറ്റ്സ് എഡിബിൾ.